കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 രാജാക്കന്മാർ പുസ്തകം 17-ാം അധ്യായം 24-ാമത്തെ വാക്യം. സ്ത്രീ ഏലിയാവിനോട്, നീ ദൈവപുരുഷൻ എന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. എന്താണ് ഇവിടുത്തെ സാഹചര്യം? ഇത് സാരഫത്തിലെ വിധവയുടെ മകൻ പെട്ടെന്ന് രോഗം മൂർച്ഛിച്ച് മരിക്കുന്നു. നാം ഇന്നലെ വരെ ഈ അധ്യായത്തിൽ നിന്ന് പല ചിന്തകൾ നാം കേട്ടു. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമായി ഇന്ന് ഈ പ്രഭാതത്തിലും പരിശുദ്ധമോ നമുക്ക് നൽകുന്ന ആലോചന നാം കൈക്കൊള്ളുവാൻ പ്രാർത്ഥനയോടെ ഈ വചനങ്ങൾ നമുക്ക് വീണ്ടും ശ്രമിക്കാം. സാരഫത്തിലെ വിധവയുടെ വീട്ടിൽ അത്ഭുതങ്ങൾ സംഭവിച്ചതിനെ കുറിച്ച് നാം ഇന്നലെ ചിന്തിച്ചു. പ്രിയമുള്ളവരെ, വീണ്ടും പറയട്ടെ, ആ അത്ഭുതങ്ങൾ വീണ്ടും തുടരുകയാണ്. കലത്തിലെ മാവിലും ഭരണിയിലെ എണ്ണയിലും മാത്രമല്ല, മരിച്ച മകനെ ജീവിപ്പിക്കുന്ന പ്രവാചകൻ. സാരഫത്തിലെ സാഹചര്യം എന്ന് പറയുന്നത് അനേക വിധവമാരുള്ള ഒരു ദേശം. ഈ സ്ഥലത്ത് പുരുഷന്മാരുടെ എണ്ണം കുറയുന്നു. പൊടുന്നനെയുള്ള മരണങ്ങൾ, സഹോദരന്മാർ വിധവമാരായിത്തീരുന്നു. അവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയം ആശ്രയത്വം നഷ്ടപ്പെടുന്നു. കുടുംബത്തിലെ പുരോഹിതൻ പെട്ടെന്ന് മാറ്റപ്പെടുന്നു. ഭർത്താവ്, ഭരിക്കുന്നവൻ, നയിക്കുന്നവൻ, കാര്യങ്ങൾ നേതൃത്വം ഏറ്റെടുത്ത് ചെയ്യുന്നവൻ മരണത്താൽ മാറ്റപ്പെടുന്ന ഒരു കാഴ്ച സാരഫത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സാരഫത്തിൽ അനേക വിധവമാരുണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നു. അതിൽ ദൈവം കൽപ്പിച്ച വിധവയുടെ അടുത്താണ് ഏലിയാവ് ചെന്നത്. ആരാണ് ദൈവം കൽപ്പിച്ച വിധവ? അത് ഏത് വീടാണ്? പക്ഷെ പ്രവാചകന് തെറ്റിയില്ല. നിങ്ങൾ ദൈവ നിയോഗം അനുസരിച്ച്, ദൈവിക പദ്ധതി അനുസരിച്ച്, ദൈവിക ആലോചന അനുസരിച്ച്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളോട് കൂടെ നിങ്ങൾ ചലിക്കുവാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായും നമ്മെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നൊരു ദൈവം, നാം പാർക്കാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് നമ്മെ ചൊവ്വയുള്ള വഴിയിൽ നടത്തുന്ന ദൈവം, ചൊവ്വയുള്ള വഴി നമുക്ക് മുമ്പായി വഴി കാണിച്ചു നൽകുവാൻ, വഴി ഇതാവുന്നു ആലോചന നൽകി നമ്മെ നേരായ മാർഗത്തിൽ പാതയിൽ നയിക്കുന്ന ഒരു ദൈവം. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ കാരാഗൃഹത്തിന്റെ ഉൾമുറിയിൽ കിടന്ന പത്രോസ് ബന്ധിക്കപ്പെട്ടവനായി അകത്തെ തടവറയിൽ പടയാളികൾ നടുവിൽ കിടന്നപ്പോൾ വിലാപ്പുറത്ത് തട്ടി എഴുന്നേൽപ്പിച്ച ദൂതൻ പത്രോസിനെ 1-ാം കാവലും 2-ാം കാവലും കടത്തി മുൻപോട്ട് കൊണ്ടുവരുന്ന ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നു. എൻ്റെ ചിന്ത, ഈ പത്രോസ് ദൂതിൻ്റെയും പിന്നാലെയാണെങ്കിൽ എല്ലാ വാതിലും തുറക്കും. ദൂതന്റെ പക്കൽ ആലോചനയുണ്ട്, അരുളപ്പാടുണ്ട്, ദൂതുണ്ട്. അതാണ് പറഞ്ഞത്, ദൂതന്റെയും പിന്നാലെ സഞ്ചരിക്കുന്ന പത്രോസിന് പിന്നെ ബന്ധനങ്ങളില്ല, ചങ്ങലയില്ല. കാരാഗൃഹത്തിന്റെ വാതിലുകൾ അടയപ്പെട്ട് കിടക്കുകയല്ല, തുറന്നു വന്നു. അതുമാത്രമല്ല, ഒട്ടും ബലം പ്രയോഗിക്കാതെ പട്ടണത്തിന് ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്നു. ഇതാണ് പ്രിയമുള്ളവരെ വലിയ ദൈവപ്രവൃത്തികൾ. കെരീത്തിൽ നിന്ന് ഏലിയാവിനെ സാരഫത്തിൽ കൊണ്ടുപോയി. ദൈവത്തിന്റെ ടൈമിംഗ് ഒട്ടും തെറ്റുകയില്ല. ദൈവത്തോട് ചേർന്ന് നിങ്ങളും മുൻപോട്ട് പോകാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ദൈവിക പദ്ധതിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയാണ്. ദൈവമഹത്വത്തിൽ നിങ്ങൾ പങ്കാളികളായി തീരുകയാണ്. മരിക്കാൻ പോകുന്ന വിധവ, യഥാർത്ഥത്തിൽ എൻ്റെ ചിന്ത ഇവിടെ ഈ മകനും അപ്പം കൊടുത്തിട്ട് ബാക്കി വന്ന അപ്പത്തിന് ഒരു കഷ്ണം കഴിച്ചിട്ട് മകനോടുകൂടെ മരിക്കുന്ന അമ്മ. എന്നാൽ ഏലീശയുടെ കാലഘട്ടത്തിൽ അങ്ങനല്ലായിരുന്നു. ഇതുപോലെ ശാപം ശമരിയിലും ഉണ്ടായി. അവിടെ മക്കളെ കൊന്നു തിന്നുന്ന അമ്മമാർ. പ്രിയമുള്ളവരെ, ഏലിയാവ് സാരഫത്തിൽ വിധവയുടെ വീട്ടിലെത്തി. ഒരു പ്രവാചകനെ സംബന്ധിച്ച് ഭർത്താവ് മരിച്ചുപോയ ഒരു വീട്ടിൽ പാർക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അതൊരു ശോധനയായിരുന്നു. നമുക്കതിനെ പരിശോധന എന്ന് വിളിക്കാം. അതാണ് പറഞ്ഞത്, കുടുംബത്തിലെ നായകൻ ആ ഭവനത്തിലില്ല. അവിടെ ഒരു പ്രവാചകൻ പാർക്കണം, അതും ഏറിയ നാൾ അവിടെ വസിക്കണം. തൻ്റെ സ്പിരിച്വൽ സാങ്ക്ടിറ്റി, ആത്മീയ നിർമ്മലത, ജീവിത വിശുദ്ധി, ദൈവത്തോടുള്ള വിശ്വസ്തത തെളിയിക്കപ്പെടുവാൻ ഒരവസരം. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെയുള്ള മെസ്സേജിൽ പറഞ്ഞത്, കെരീത്തിൽ പ്രലോഭനങ്ങളില്ല, പറന്നു വരുന്ന കാക്ക മാത്രമേ ഉള്ളൂ. കാക്ക അപ്പം കൊണ്ട് കൊടുക്കുന്നുള്ള ഉറപ്പുണ്ട്, വാങ്ങി ഭക്ഷിച്ചാൽ മതി. പക്ഷെ സാരാഫത്തിൽ അപ്പവും വർദ്ധിപ്പിക്കണം, അപ്പോൾ തന്നെ തൻ്റെ ജീവിത വിശുദ്ധി നിലനിർത്തുകയും വേണം. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം ഏക മകൻ മരിച്ചത്. ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി, തടസ്സം മാറി എന്നുള്ള പതിവ് പല്ലവികളല്ല ഏലിയാവിൻ്റെ വായിൽ നിന്ന് ഉളവായി വന്നത്. പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ മരിച്ച ഒരാൾ എഴുന്നേറ്റിട്ടില്ല. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുതൽ ഈ എപ്പിസോഡ് നടക്കുന്ന ഈ സമയം വരെ ചരിത്രത്തിൽ ഒരു വ്യക്തി, മരിച്ച ഒരാൾ മരണം വിട്ട് ജീവനിലേക്ക് ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിച്ച് വന്നിട്ടില്ല. പക്ഷേ ഏലിയാവ് വിളിച്ചു പറഞ്ഞു, ആ മകനെ ഇങ്ങു കൊണ്ടുവരുവി. ഇന്നലകളിൽ സംഭവിക്കാത്ത ആ വലിയ അത്ഭുതം ഏലിയാവിന് മുമ്പിൽ സംഭവിച്ചു. കാരണം പ്രവാചകന് അപ്പത്തെ വർദ്ധിപ്പിക്കുന്ന ദൂത് മാത്രമല്ല, ക്ഷാമത്തിൽ ക്ഷേമമായി നടത്തുന്ന ഭൗതിക സാഹചര്യങ്ങളെ മാറ്റുന്ന ദൂത് മാത്രമല്ല, മരണത്തെ നീക്കുന്ന, ഒടുക്കത്തെ ശത്രുവായ മരണത്തിന് മീതെ ദൈവശക്തിയെ വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരാത്മീക വെളിപ്പാട് പ്രവാചകനുണ്ട്. അതാണ് പ്രിയമുള്ളവരെ, പ്രവാചക ശുശ്രൂഷയെ അവഗണിക്കരുത്, പ്രവചനത്തെ നിന്ദിക്കരുത്, പ്രവചന ആത്മാവിനെ തുച്ഛീകരിക്കരുത്.
പ്രവാചകനെ ബഹുമാനിക്കണം. പ്രവാചക അരുളപ്പാടുകളെ നിങ്ങൾ തിരസ്കരിക്കണം. ആ ഒരു ചെറിയ ദൂത് മതി, ഒരു ചെറിയ വചനം മതി ദൈവിക ഇടപെടലിന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരുവാൻ. ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത കാര്യം അന്ന് സംഭവിച്ചു. മരിച്ച മകൻ എഴുന്നേറ്റു. ഈ ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്കറിയാം, കഠിനമായ ക്ഷാമം, ശക്തമായ വേനൽ, വിധവമാരുടെ എണ്ണം കൂടുന്നു, മകൻ മരിക്കുന്നു, കൊട്ടാരത്തിൽ പോലും ആഹാരമില്ല. പക്ഷെ ദൈവം തന്റെ പ്രവാചകന്മാരെ അതാ സ്ഥലങ്ങളിൽ സുരക്ഷിതമായി സൂക്ഷിക്കുന്നു. പ്രവാചകന്റെ പക്കൽ അരുളപ്പാടും ദൂതുകളുമുണ്ട്. നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ, നിങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ, നിങ്ങളെ ദൈവിക പദ്ധതിയിലേക്ക് നയിക്കുവാൻ ഒരു പ്രവാചക ഇടപെടലിൽ കഴിയും. ശൗലിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിൽ നിന്ന് കഴുതയാണ്. കഴുതയെ എവിടെയോ നഷ്ടപ്പെട്ടെങ്കിലും പക്ഷേ ഇസ്രായേലിന്റെ രാജ്യത്വത്തിലേക്ക് ഒരുവനെ കൊണ്ടുവരികയായിരുന്നു ആ നഷ്ടങ്ങൾ കൂടി ദൈവം ചെയ്തു. അതിനാവശ്യം കഴുതയെ നഷ്ടമാക്കിയതിലൂടെ ശൗലിനെ ഇസ്രായേലിന്റെ രാജാവായി ഉയർത്തുക എന്നതായിരുന്നു ദൈവിക പദ്ധതി. ആ കുടുംബത്തിൽ സംഭവിച്ച ഭൗതികത്തിലൂടെ ഒരു ദൈവരാജ്യം, ദൈവനിയോഗം, ദൈവിക പദ്ധതി ശമൂവേൽ പ്രവാചകൻ ശൗലിലൂടെ വെളിപ്പെടുത്തുക. ഇവിടെ ഏലിയാവ് പിന്നത്തേതിൽ തീയുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. മഴ പെയ്യിക്കേണ്ട വ്യക്തിയാണ്. അതിനു മുമ്പേ താൻ പാർക്കുന്ന വീട്ടിൽ തൻ്റെ നീതി, വിശ്വസ്തത, വിശുദ്ധി താൻ തെളിയിച്ചു. ഈ കുട്ടി മരിച്ചപ്പോൾ ദൈവിക പദ്ധതി വിട്ട് ആ കുടുംബത്തിൽ എന്നേക്കുമായി ഇവിടെ കഴിയാം എന്നുള്ള ധാരണയിൽ താൻ ഇപ്പോൾ സാഹചര്യം അനുകൂലമാണെന്ന് ചിന്തിച്ച് ഭൗതിക സാഹചര്യങ്ങളോട് ചേർന്ന് പോകുവാനല്ല. പ്രത്യുത ഇന്നലകളിൽ മരണത്തിൽ നിന്ന് ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിലും ആ വിധവയായ സഹോദരന്റെ മകനെ ഉയർപ്പിച്ച് തിരിച്ചേൽപ്പിച്ചു. എന്താണ് പ്രിയമുള്ളവരെ ഇതിൽ കൂടി കാണുന്നത്? ഇതിൽ കൂടി തന്റെ രഹസ്യ സ്വഭാവത്തിലുള്ള പ്രതികരണം, താൻ പരീക്ഷണങ്ങളിൽ വിജയിച്ച് പുറത്തു വരുന്ന ഒരു പ്രവാചകൻ, ദൈവം അത് കാണുന്നു. അതുകൊണ്ടാണ് ആ സഹോദരി പറഞ്ഞത്, അവളുടെ പാപത്തെ ഓർമ്മിപ്പിക്കാനും ആ സഹോദരിയെ വിശുദ്ധിയിലേക്ക് നയിക്കുവാനും ഒരു പ്രവാചകനെ കഴിയും. പ്രവചനാത്മാവ് സാഹചര്യങ്ങളെ രൂപാന്തരപ്പെടുത്തും, കാഴ്ചപ്പാടുകളെ മാറ്റും. പ്രവാചകന്മാർ ദൈവത്തിന് ദൂതുവാഹികളായി ദൈവത്തിന് വേണ്ടി സംസാരിക്കും. നാം ഒരുമിച്ച് ആ ശുശ്രൂഷയിൽ പ്രാർത്ഥനയോടെ പങ്കാളികളാകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.